നോക്കൂ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ നിയമസഭയിൽ നടന്ന ചർച്ച വളരെ ആരോഗ്യപ്രദമായ ചർച്ചയായിരുന്നു എന്നും എനിക്ക് കുറേ കൂടിയൊക്കെ ഒരു ധാരണ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിയെ സംബന്ധിച്ച് ഉണ്ടാക്കാൻ സഹായകരമായ ഒരു ചർച്ചയുമാണ് നടന്നത്. അതിൽ ഒപ്പോസിഷനും അതേപോലെ തന്നെ ഭരണമുന്നണിയും ഒരേപോലെ പങ്കും വഹിച്ചിട്ടുണ്ട്. നല്ലൊരു ചർച്ച നടന്നു എന്ന അഭിപ്രായം പ്രാഥമികമായി രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ ചോദ്യം കെടുകാര്യസ്ഥതയോ എന്നാണ്. നോക്കൂ, കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്നതിനോടൊപ്പം തന്നെ ഈ ചോദ്യം കെടുകാര്യസ്ഥതയോ ആണുള്ളത്. കെടുകാര്യസ്ഥതയുണ്ട്. എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറയാം. ഒന്ന്, 2016 പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അന്ന് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്ക് ആദ്യം ചെയ്ത ഒരു ധവളപത്രം പുറപ്പെടുവിക്കലാണ്. ആ ധവളപത്രത്തിൽ അദ്ദേഹം 2011 മുതൽ 2016 വരെ കേരളം ഭരിച്ചിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയാണ് ഉയർത്തിപ്പിടിച്ചത്. അന്ന് അദ്ദേഹം പറയുന്നൊരു കണക്കുണ്ട്. 78,000 കോടി രൂപയുടെ കടമാണ് 1.5 ലക്ഷത്തിലേക്ക് 5 വർഷം കൊണ്ട് ഉമ്മൻചാണ്ടി എത്തിച്ചത് എന്ന് പറയുന്നു. അതായത് 2011 VS അച്യുതാനന്ദൻ സർക്കാർ പുറത്തേക്ക് പോകുമ്പോൾ കേരളത്തിൻ്റെ കടമെന്ന് പറയുന്നത് 78,000 കോടിയായിരുന്നു. അത് 2016 1.5 ലക്ഷത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. 72,000 കോടി രൂപയുടെ വർധന. ഒരു വരി കൂടി തോമസ് ഐസക് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ എവിടെയെങ്കിലും പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ പറയുന്ന ഫിനാൻഷ്യൽ മിസ്മാനേജ്മെൻറ്റിൽ മാത്രമാണ് എന്ന് പറയുന്നു. അങ്ങനെ 1.5 ലക്ഷം കോടി രൂപയുടെ കടത്തിൽ നിന്ന് ഒന്നാം പിണറായി സർക്കാർ ആരംഭിക്കുന്നു. 2023 വരുമ്പോൾ 7 വർഷം കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ കടമെന്ന് പറയുന്നത് 4 ലക്ഷം കോടി രൂപയാണ്. ബജറ്റിലെ കണക്കാണ് ഈ പറയുന്നത്. അതായത് 2016 1.5 ലക്ഷം കോടിയിൽ നിന്ന് 2023 വരുമ്പോൾ 2.5 ലക്ഷം കോടിയുടെ വർധനയാണ് കേരളത്തിൻ്റെ കടമെന്ന് പറയുന്നത്. ഒരു സംസ്ഥാനത്തിൻ്റെ കടം വർദ്ധിക്കും, ഒരു സംശയവും വേണ്ട. പക്ഷേ നമ്മുടെ ആഭ്യന്തര വരുമാനവുമായി ബന്ധപ്പെട്ട് അതിനാനുപാതികമായി കടം വർദ്ധിക്കുമ്പോഴാണ് അത് ആരോഗ്യകരമായ ഒരു സമ്പദ് വ്യവസ്ഥ എന്ന് നമ്മൾ പറയുന്നത്. എന്നാൽ എല്ലാ ഫിനാൻഷ്യൽ റിപ്പോർട്ടിലും, ഇൻക്ലൂഡിങ് RBIയുടെ റിപ്പോർട്ടിൽ, ഏറ്റവും അവസാനത്തെ 2022-23 RBIയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഡെപ്റ്റ് സ്ട്രെസ് സ്റ്റേറ്റ് എന്നാണ്. ഏറ്റവും ഡെപ്റ്റ് സ്ട്രെസ് സ്റ്റേറ്റ് ആയിട്ടുള്ളൊരു സംസ്ഥാനമായിട്ട്, അതായത് കടം കൊണ്ട് വീർപ്പുമുട്ടുന്നൊരു സംസ്ഥാനമായിട്ട് കേരളം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് RBIയുടെ കണ്ടെത്തൽ. ഇന്ന് നമ്മളിരിക്കുമ്പോൾ കേരളം ഒരു ദിവസം നമ്മുടെ കടത്തിന് നൽകുന്ന പലിശ എന്ന് പറയുന്നത്, ഒരു ദിവസത്തെ കണക്കാണ് ഞാൻ പറയുന്നത്, 71.9 കോടി രൂപയാണ് പെർ ഡേ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഫിനാൻഷ്യൽ മിസ്മാനേജ്മെൻ്റ് ആണ്. ഇതിനൊരു കാരണമുണ്ട്. ആ കാരണം കൂടി ഞാൻ പറയാം. അത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാരണമാണ്. 2020-21 11-ാം ശമ്പള കമ്മീഷൻ ഒരു ശുപാർശ നടത്തുന്നു. ശുപാർശ നടപ്പാക്കുന്നത് 2020-21 എന്തായിരുന്നു? ശമ്പള വർധനയും അതുപോലെ തന്നെ പെൻഷനും വർദ്ധിപ്പിച്ചു 2020-21. നമ്മൾ അവസാനം പെൻഷൻ വർദ്ധിപ്പിച്ചത്, ശമ്പളം വർദ്ധിപ്പിച്ചത് 2016 10-ാം ശമ്പള കമ്മീഷൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ 2020-21 കേരളം ശമ്പളം പെൻഷനായി നൽകിക്കൊണ്ടിരിക്കുന്നത് 46,670 കോടി രൂപയാണ്. 46,670 കോടി രൂപ ഒരു വർഷം. 2020-21 ശമ്പള കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം നമ്മൾ ശമ്പളം വർദ്ധിപ്പിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഒരു വർഷം 71,392 കോടി രൂപയാണ്. അതായത് വർധന, നമ്മുടെ എക്സ്ചക്കറിലുണ്ടാകുന്ന വർധന, എക്സ്പെൻഡിച്ചറിലുണ്ടാകുന്ന വർധന എന്ന് പറയുന്നത് 24,722 കോടിയാണ് ഒരു വർഷം. ഞാൻ പറയുന്നത് 2018 കേരളത്തിൽ പ്രളയം ഉണ്ടായി, 2019 കേരളത്തിൽ പ്രളയം ആവർത്തിച്ചു, 2020 കോവിഡ് വന്നു. ഇന്നഫ് റീസൺ, വാലിഡ് റീസൺ ഇത് നടപ്പാക്കാതിരിക്കാമായിരുന്നു എന്ന് മാത്രവുമല്ല, 10-ാം ശമ്പള കമ്മീഷൻ്റെ ഒരു ശുപാർശയുണ്ട് കേരളത്തിൽ. 10 വർഷത്തിന് ശേഷമേ ഇനി ശമ്പള പരിഷ്കരണം നടത്താൻ പാടുള്ളൂ എന്ന്. നമ്മൾ 5 വർഷം കഴിഞ്ഞപ്പോൾ ശമ്പള പരിഷ്കരണം നടത്തി. നമ്മുടെ തൊട്ടയൽപക്കത്തുള്ള സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട് 2017 ശമ്പള കമ്മീഷൻ്റെ ശുപാർശ നടപ്പാക്കിയത്. ഇതുവരെ അടുത്ത ശുപാർശ നടപ്പാക്കിയിട്ടില്ല. 7 വർഷം കഴിഞ്ഞിരിക്കുന്നു. കേന്ദ്രം 10 വർഷത്തിലൊരിക്കലാണ് ശമ്പള വർധന നടപ്പാക്കുക. ഞാനിതിൻ്റെ അപകടം പറയുന്നത്, നമ്മൾ വളരെ പെട്ടെന്ന് പറയും ഈ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണ്ടേ എന്ന് പറയും, ശമ്പളം വർദ്ധിപ്പിക്കണ്ടേ എന്ന് പറയും. നമുക്ക് 3 വർഷം കൊണ്ടുണ്ടായിരിക്കുന്ന അധിക ബാധ്യത എത്രയാണെന്നറിയാവും? 64,734 കോടി രൂപ. വിതിൻ 3 ഇയേഴ്സ് 64,734 കോടി രൂപ. ഇതിൻ്റെ ഗുണഭോക്താക്കൾ ആരാണ് നികേഷ് സാറേ? 3% വരുന്ന സംസ്ഥാന സർക്കാർ ജീവനക്കാരാണ്. നമുക്ക് 100 രൂപയുടെ ഒരു കണക്കെടുക്കാം. കേരളത്തിന് 100 രൂപയുടെ കണക്ക് എങ്ങനെയാണെന്നറിയോ? 56 രൂപ തനത് വരുമാനമാണ്, 21 രൂപ കേന്ദ്രവിഹിതമാണ്, 23 രൂപ കടമാണ്, കടത്തിലൂടെ എടുക്കുന്നു. അപ്പോൾ 56, 21, 23, അങ്ങനെ 100 രൂപ ഉണ്ടാകുമ്പോൾ നമ്മൾ 70 രൂപ സ്പെൻഡ് ചെയ്യുന്നത് ഈ ശമ്പളം നൽകാൻ വേണ്ടിയിട്ടാണ്, പെൻഷൻ നൽകാൻ വേണ്ടിയിട്ടാണ്.
ബാക്കി 30 രൂപയാണ് നമ്മൾ മറ്റെല്ലാ സ്കീമിനും കൂടി കൊടുക്കുന്നത്. അതായത് 3% ഈ പറയുന്ന 70 രൂപ കൊണ്ടുപോകുന്നു. ബാക്കി 100%, ഈ 3%ത്തിനും കൂടി ഗുണം കിട്ടുന്നുണ്ടല്ലോ കേരളത്തിൽ മറ്റു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ. അതിനുവേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യാൻ വെച്ചിരിക്കുന്നത് ഈ 30 രൂപയാണ്. ഈ 30 രൂപ ഒരിക്കലും ഇതിന് തികയില്ലെന്ന് മാത്രമല്ല, പ്രത്യേകിച്ച് ഒരുപാട് സോഷ്യൽ വെൽഫെയർ സ്കീമൊക്കെ പ്രഖ്യാപിക്കുന്ന സർക്കാരുകൾക്ക് എക്സസ് കമ്മിറ്റ്മെൻ്റ് എന്നാണ് അതിന് പറയുക. എക്സസ് കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകുന്നു, സ്വാഭാവികമായും നമ്മൾ വലിയ കടമെടുപ്പിലേക്ക് പോകുന്നു. ഇതാണ് ഒരു കെടുകാര്യസ്ഥത എന്ന് പറയുന്നത്. ഇനി കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചു എന്നൊരു ആർഗ്യുമെൻ്റ് ഉണ്ടല്ലോ. ഈ കടമെടുപ്പ് പരിധി എന്ന് പറയുന്നത് ഓഫ് ബജറ്റ് ബോറോയിങ്ങുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ഓഫ് ബജറ്റ് ബോറോയിങ്ങിൽ കഴിഞ്ഞ വർഷം 66,640 കോടി രൂപയാണ് രാജ്യത്തെ മൊത്തം കടം. 66,640 കോടി രൂപ. നമുക്ക് 66 എന്ന് വെക്കാം, 66,000 കോടി രൂപ. അതിൻ്റെ 53% ആരെ എടുത്തിരിക്കുന്നത് അറിയാമോ? തെലുങ്കാനയാണ് എടുത്തിരിക്കുന്നത്. കേരളം എടുത്തിരിക്കുന്നത് 21%. ബാക്കി എല്ലാ 20%മാണ് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും കൂടി എടുത്തിരിക്കുന്നത്. ഈ 53% എടുത്ത തെലുങ്കാനയുടെ വെട്ടിക്കുറച്ചെന്നേ. അതിൻ്റെ കൂട്ടത്തിലാണ് കേരളവും വെട്ടിക്കുറയ്ക്കപ്പെട്ടിരിക്കുന്നത്. തെലുങ്കാന ഒരു പ്രതിസന്ധിയിലേക്ക് പോയിട്ടില്ല. ഞാൻ സമ്മതിക്കുന്നു, തെലുങ്കാനയ്ക്ക് വിഭവശേഷി കൂടുതലാണ്, തമിഴ്നാടിന് വിഭവശേഷി കൂടുതലാണ്, ആന്ധ്രാപ്രദേശിന് വിഭവശേഷി കൂടുതലാണ്. ശരിയാണ്. പക്ഷെ അപ്പോഴും നമ്മൾ മാത്രമല്ല ഈ പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല 2014 നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണല്ലോ, ഈ പറയുന്ന സ്റ്റേറ്റ് പൂളിലേക്ക് വന്നത് എത്രയായിരുന്നു? 32-ൽ നിന്ന് ഒറ്റയടിക്ക് 42% വന്നത്. 32-ൽ 42%-ലേക്ക് 10% വർധന ഉണ്ടായിരുന്നേ 2014. 2019 അടുത്ത പുതിയ എൻകേസിങ്ങിൻ്റെ കമ്മീഷൻ വന്നു. 42%-ൽ നിന്ന് 41%-ആയിട്ട് കുറഞ്ഞു. അപ്പോൾ 1%-മേ കുറഞ്ഞിട്ടുള്ളൂ. നമ്മളുടെ ഈ ഡിവിസീവ് പൂളിലേക്ക് വരുന്ന പൈസയുടെ കാര്യം ഞാൻ പറയുന്നത്. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റിൽ ഏറ്റവും കൂടുതൽ പൈസ വന്നത് വെസ്റ്റ് ബംഗാളിനാണ്. 40,000 കോടി രൂപയാണ് കൊടുത്തത് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് എന്ന് പറയുന്നത്. നമുക്കാണ് 2ാം സ്ഥാനത്ത് കിട്ടിയിരിക്കുന്നത് 37,000 കോടി രൂപ. ഒഡീഷ എന്ന് പറഞ്ഞ സംസ്ഥാനത്തിനുണ്ടല്ലോ 0 റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് എന്ന് പറയുന്നത്. 17 സംസ്ഥാനങ്ങൾക്കേ കൊടുത്തിട്ടുള്ളൂ. ഞാൻ പറയുന്നത് ഈ കാര്യത്തിനകത്തൊരു കെടുകാര്യസ്ഥതയുടെ പ്രശ്നമുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇന്ന് സതീശൻ ചൂണ്ടിക്കാണിച്ചതാണെന്നേ. ആ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം. അതായത് സതീശൻ എന്ന് പറയുന്നു, അത് പ്രധാനമായും പറയുന്നത് ഈ തനത് വരുമാനം വർധന വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഗോൾഡിൻ്റെ കാര്യം പറയുന്നു. ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുന്ന സ്വർണത്തിൻ്റെ 28% വിൽക്കപ്പെടുന്നത് കേരളത്തിലാണ്. അപ്പോൾ കേരളത്തിൻ്റെ സ്ഥിതി എന്താ? 2017 വാറ്റ് ഉണ്ടായിരുന്ന സമയത്ത് 629 കോടി രൂപയാണ് നമുക്ക് ടാക്സ് കിട്ടുന്നത്. 629 കോടി രൂപ. അന്ന് എത്ര രൂപയാണ് ഒരു ഗ്രാമിന്? 2,250 രൂപ. ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്ര രൂപയാണ് ഗ്രാമിന്? 5,500 രൂപ. അതായത് നേരെ ഇരട്ടിയായിരിക്കുന്നു. 2,250-ൽ നിന്ന് 5,500-ലേക്ക് വിട്ടിരിക്കുന്നു. അപ്പോൾ എത്രയാണ്? നമുക്ക് സ്വാഭാവികമായിട്ടും ടാക്സ് ഇരട്ടിയാകണം. ഇനി ടാക്സ് ഇരട്ടിയായില്ല എന്ന് മാത്രമല്ല, 629 കോടിയിൽ നിന്ന് 560 കോടിയിലേക്ക് ഇത് കുറഞ്ഞു. ബാലഗോപാലിന് മറുപടി ഉണ്ടായിരുന്നില്ല. ബാറിൽ മാത്രമാണ് ബാലഗോപാൽ മറുപടി പറഞ്ഞത്. ഗോൾഡിൻ്റെ കാര്യത്തിനകത്ത് എന്തോ ടാക്സിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഈ മറുപടി ഉണ്ടായിരുന്നില്ല. എന്ന് മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ടൊരു കണക്ക് സതീശൻ പറയുന്നുണ്ട്. ഈ ഇമ്പോർട്ട് ഗോൾഡുമായി ബന്ധപ്പെട്ട് 5,000 മുതൽ 10,000 കോടി രൂപ വരെ സർക്കാരിന് കിട്ടാമായിരുന്നു. അത് പിരിച്ചെടുക്കുന്നതിൽ സർക്കാരിന് വീഴ്ച വരുന്നു എന്ന് പറയുന്നുണ്ട്. ഞാൻ ഒരു കണക്ക് കൂടി പറഞ്ഞേക്കാം. കേരളത്തിൽ 7,000 രജിസ്ട്രേഡ് ജ്വല്ലറി ഷോപ്സ് ഉണ്ട്. 7,000 രജിസ്ട്രേഡ് ജ്വല്ലറി ഷോപ്സ്. 2023 മെയ് 28-നൊരു റെയ്ഡ് നടന്നു. ആ റെയ്ഡിൽ തൃശ്ശൂർ, മലപ്പുറം, പാലക്കാട്, കോഴിക്കോട് 4 ജില്ലകളിലെ 33 ജ്വല്ലറികൾ പരിശോധിച്ചു. ഇൻ്റലിജൻസ് പരിശോധിച്ചു. 1000 കോടിയുടെ ടാക്സ് വെട്ടിപ്പ് കണ്ടെത്തി. അതായത് 7,000 ജ്വല്ലറി ഔട്ട്ലെറ്റുകളുള്ള സംസ്ഥാനത്തെ 33 ജ്വല്ലറി ഷോപ്പുകളിൽ നടത്തിയ ഒരൊറ്റ റെയ്ഡിൽ നിന്ന് 1000 കോടി രൂപയുടെ ടാക്സ് വെട്ടിപ്പാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പം എത്ര വലിയ പൈസയാണ് നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത് നോക്കൂ. അവിടെയാണ് അതിനൊരു മറുപടി ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല, ബാലഗോപാൽ പറഞ്ഞ എന്താണ്? അവിടെ നമുക്ക് ആധുനിക ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പുതിയ പുതിയ തട്ടിപ്പുകൾ ഉണ്ടാകുന്നു എന്നാണ്. അപ്പോഴും നമുക്ക് നഷ്ടപ്പെടുന്നത് 10,000 കോടി രൂപയോളമാണ്. ഒരു കാര്യം കൂടി, IGSTയുടെ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. IGST എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സെൻട്രൽ ടാക്സും സ്റ്റേറ്റ് ടാക്സും ഉണ്ടല്ലോ. ഇതുകൂടാതെ ഇൻ്റർ സ്റ്റേറ്റ് ടാക്സ് ഉണ്ട്. അതായത് കേരളത്തിൽ നിന്നൊരു സാധനം നമ്മൾ കർണാടകത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ കർണാടകത്തിൽ നിന്ന് അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിലേക്ക് പോകുന്നു. ഈ കിട്ടേണ്ട ടാക്സ് ഉണ്ട്. ഈ ഇൻ്റർ സ്റ്റേറ്റ് ടാക്സ് ഉണ്ട്. അത് സെൻട്രിൽ നിന്ന് സ്റ്റേറ്റിലേക്ക് വരുന്ന കേന്ദ്രത്തിൻ്റെ വീതം മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നൊരു പൂളുണ്ട്. ആ പൂളിൽ നിന്നൊരു പൈസ നമുക്ക് കിട്ടണം. ആ പൈസ കിട്ടണമെങ്കിൽ നമ്മൾ അതിന് പ്രത്യേകം ഒരു ഫോം ഫില്ലപ്പ് ചെയ്ത് കൊടുക്കണം. ആ രീതിയിലൊരു ഒരു വർക്ക് അവിടെ നടക്കണം. അത് നടക്കാത്തതിൻ്റെ പേരിൽ എക്സ്പെൻഡിച്ചർ കമ്മിറ്റിയുടെ റിപ്പോർട്ടും ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിപ്പോർട്ടും കൂടി എടുത്തു വെച്ചുകൊണ്ട് വി ഡി സതീശൻ പറയുന്നു നഷ്ടം വന്നിരിക്കുന്നത് 25,000 മുതൽ 30,000 കോടി വരെയാണ്. ധനമന്ത്രി മറുപടി പറഞ്ഞില്ല. IGSTയുടെ കാര്യത്തിനകത്തും കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. ആ അർത്ഥത്തിൽ ഞാനിത് അവസാനിപ്പിക്കാൻ ആദ്യ ഘട്ടത്തിൽ എൻ്റെ കമൻറ്റ് നോക്കൂ. ഈ സംസ്ഥാനത്ത് കെടുകാര്യസ്ഥതയുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ കെടുകാര്യസ്ഥതയുടെ കാരണം മൂലമാണ് അത് നമ്മൾ ഈ പറയുന്ന 25 ലക്ഷം രൂപയുടെ
പിന്നെ എന്താണ് ക്ലിഫ് ഹൗസോ 5 ലക്ഷം രൂപയുടെ ടാങ്കോ 10 ലക്ഷം രൂപയുടെ ലിഫ്റ്റ് ഒന്നുമല്ല, അല്ലെങ്കിൽ 32,000 രൂപയുടെ കണ്ണാടി ഒന്നുമല്ല നമ്മുടെ പ്രശ്നം. അതൊക്കെ കൂടി ചേർത്താൽ എല്ലാം കൂടി ഒരു 50 കോടി 60 കോടി രൂപയെ വരുള്ളൂ. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട തനത് നികുതി വരുമാനം നമ്മൾ വർദ്ധിപ്പിച്ചു എന്ന് പറയുമ്പോൾ പോലും ടാക്സ് ഇവേഷൻ നടക്കുന്നു. നമുക്ക് വേണ്ട IGST കൃത്യമായി കിട്ടുന്നില്ല. അതിന് കൂടെ നമ്മൾ ഈ പറയുന്ന 3% സർക്കാർ ജീവനക്കാരെ 21 തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ടോ ഇത് ചെയ്തത്. 2021 തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പാണ് ഈ ശമ്പള പരിഷ്കരണം നടത്തിയത്. അതൊരു ഇലക്ഷൻ സ്ട്രാറ്റജി പോലുമായിരുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ കെടുകാര്യസ്ഥതയുണ്ട്. ആ കെടുകാര്യസ്ഥത നമ്മളെ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് എത്തിച്ചിട്ടുമുണ്ട്. അതിൻ്റെ അർത്ഥം കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോട് അവഗണന കാണിക്കുന്നില്ല എന്നല്ല, അതിനോടൊപ്പം തന്നെ സംസ്ഥാനം എടുക്കേണ്ട ഒരു ഒരു ഫിനാൻസ് മാനേജ്മെൻ്റ് ഉണ്ട്. ഫാർസൈറ്റഡ് ആയിട്ടുള്ള ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടുള്ള ഒരു സാമ്പത്തിക നയം നമ്മൾ രൂപീകരിക്കേണ്ടതുണ്ട്. അവിടെ നമുക്ക് വീഴ്ചകൾ പറ്റുന്നുണ്ട്. Meet the editors.